ഈരാറ്റുപേട്ടയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ വിഷയത്തിൽ വളരെ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പാർത്ഥൻ, ഈരാറ്റുപേട്ടയിൽ ജനങ്ങൾ വളരെ ആശങ്കയിലും ഭയത്തിലുമാണ്. കാരണം ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഇതിനു മുൻപ് പലതവണ മൂവാറ്റുപുഴ ഈരാറ്റുപേട്ട ഭാഗങ്ങളിൽ ചില തീവ്രവാദികൾ എത്തിയിട്ടുണ്ട് എന്നും ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ടൊക്കെ ചില തീവ്രവാദികളുടെ വിവരങ്ങളൊക്കെ ഈരാറ്റുപേട്ടയിൽ നിന്നും മൂവാറ്റുപുഴയിൽ നിന്നുമൊക്കെ ലഭിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ചില അപകടങ്ങൾ ഉണ്ടാക്കിയവരിൽ ചില മലയാളികളുണ്ട് എന്നും അവർ ഈരാറ്റുപേട്ടയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നും ചില തീവ്രവാദികൾ. അപ്പോൾ അതന്വേഷിക്കാൻ UP പോലീസ് അടക്കം കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സത്യത്തിൽ ഈരാറ്റുപേട്ട ഒരു ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. പോലീസിൻ്റെ നിരീക്ഷണ സർവ്വസമയം ഉണ്ടാകേണ്ട ഒരു സ്ഥലമായി ഇപ്പോൾ ഈരാറ്റുപേട്ട മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയ അത്യുഗ്രമായ ബോംബുകൾ, ഇത് നമ്മൾ നേരത്തെ നമ്മുടെ ഒരു ടോക്കിൽ ചോദിച്ചതുപോലെ ഇതെന്തിനു കൊണ്ടുവന്നു, ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, മറ്റേതെങ്കിലും പദ്ധതികൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടോ ആരെങ്കിലും, എന്തെങ്കിലും അതായത് കേരളത്തെ തീർക്കാൻ തന്നെയുള്ള പദ്ധതി ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? പ്രത്യേകിച്ച് P. ജയരാജനൊക്കെ ഇതിനു മുൻപ് പറഞ്ഞതുപോലെ തീവ്രവാദത്തിന് വളരാൻ പറ്റുന്ന ഹബ്ബായി മലയാളത്തിൻ്റെ മണ്ണ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മണ്ണ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നു, എന്തിനാണ് ഇവിടെ ആളുകൾ വരുന്നത്, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ വിളിച്ചു കയറ്റുന്ന പലരും പല സംസ്ഥാനങ്ങളിൽ പല തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി ഒളിത്താവളമായാണ് കേരളത്തെ കാണുന്നത്. ഇവിടെ വന്ന് ഒരു വർഷമൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവർ മറ്റേ സ്ഥലത്ത് വലിയ ഭീകര പ്രവർത്തനങ്ങൾ നടത്തി ആളുകളെ കൊല ചെയ്ത് പിന്നെ മോഷണങ്ങൾ നടത്തിയൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്ത് താമസിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും വന്ന് കയറാം, എന്ത് ആസൂത്രണങ്ങളും നടത്താം, എന്ത് പിന്നെ ഭീകരവാദവും നടത്താം. അതിനുള്ള ഒരു ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇപ്പോൾ ലഹരിയുടെ കാര്യം പറഞ്ഞാൽ തന്നെ ലഹരിയുടെ പേര് പറഞ്ഞ് എന്നും നിരന്തരം നമ്മൾ തന്നെ വാർത്തകൾ പറഞ്ഞ് മടുക്കുകയാണ്. നമ്മൾ 10ാം ക്ലാസ്സുകാരൻ 12ാം ക്ലാസ്സുകാരൻ 10ാം ക്ലാസ്സുകാരി അനിയത്തിക്ക് ലഹരി കൊടുക്കുന്നു, പിന്നെ 9ാം ക്ലാസ്സുകാരൻ ലഹരി ഉപയോഗിച്ചുകൊണ്ട് 7ാം ക്ലാസ്സുകാരി 5ാം ക്ലാസ്സുകാരി സഹോദരിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. അമ്മയെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് അമ്മ എന്ന് പോലും അറിയാൻ കഴിയാതെ അല്ലെങ്കിൽ അതുപോലും മറന്നുകൊണ്ട് അവരെ വെറും സ്ത്രീയായി കണ്ട് ശരീരം ഭോഗിക്കാൻ ശ്രമിക്കുന്ന മക്കളുള്ള നാടായി കേരളം മാറുന്നു. കുത്തും കൊലയും കൊലപാതകങ്ങളും അവിഹിതങ്ങളും ഒക്കെ ഇങ്ങനെ വലിയ ഒരു പരമ്പരയായി കേരളത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് PC ജോർജ് നിരന്തരം ആവർത്തിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യദ്രോഹികളായവർക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കും. ഇത് PC ജോർജ് പറയുന്നത് ഈരാറ്റുപേട്ടയിലിരുന്നാണ്. ആ ഈരാറ്റുപേട്ടയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 5% തീവ്രവാദികളെ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, അവർക്കെതിരെ ഞങ്ങൾ പോരാടും എന്നാണ് പിന്നെ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് പറയുന്നത്. അപ്പോൾ ചില സമുദായത്തിൽപ്പെട്ട എല്ലാവരും തീവ്രവാദികളെന്നല്ല പറയുന്നത്. 5% പേർ ഇന്ത്യയെ തകർക്കാനായി, ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാനായി ഇന്ത്യയിൽ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു 5% പേരുണ്ട്. നല്ലവരായ തലക്കകത്ത് മൂളയുള്ള വിവരമുള്ള സംസ്കാരമുള്ള മുസ്ലിങ്ങളാരും അങ്ങനെ ചിന്തിക്കുന്നില്ല. അവരൊക്കെ ഇന്ത്യയെ മതേതരത്വ രാജ്യമായി കാണുന്നവരാണ്. ഇവരെ പോലുള്ളവരാണ് ഇപ്പോൾ SDPI പോലെ പോപ്പുലർ ഫ്രണ്ട് പോലെയൊക്കെ ഉള്ള ആളുകൾ എന്താണ് പറയുന്നത്? അവിലും മലരും കുന്തിരിക്കവും ഉണ്ടാക്കി വെച്ചോ, നിന്നെയൊക്കെ തീർക്കാൻ ഞങ്ങൾ വരുന്നുണ്ട്. ചില സംഘടനകൾ ഹിന്ദുക്കളെ അടിച്ചു കൊന്ന് അമ്പലങ്ങളുടെ മുന്നിൽ കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഹിന്ദുക്കളെ ചെയ്താൽ ചോദിക്കാൻ ആരുമില്ല എന്ന് പറയുന്നിടത്താണ് PC ജോർജ് കൃത്യമായ ചില നിലപാടുകൾ എടുക്കുന്നത്. ഹിന്ദുവിന് വേണ്ടി മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും PC ജോർജ് നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ PC ജോർജ് പറയുന്ന ചില പരാമർശങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും
തമ്മിൽ തെറ്റിക്കുന്ന ചില പരാമർശങ്ങളാണ്, അതൊന്നും അംഗീകരിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും PC ജോർജ് പറഞ്ഞ 99% കാര്യങ്ങളും ശരിയാണ്. 1% കാര്യം മാത്രമേ നമുക്ക് വിയോജിപ്പുള്ളൂ. 99% കാര്യങ്ങളും ശരിയാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും PC ജോർജ് പറഞ്ഞ മറ്റൊരു വിഷയം, ഇന്ന് വേറൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, എങ്കിലും നമുക്കൊന്ന് പറഞ്ഞു പോകാം. അദ്ദേഹം പറയുന്നത് ഈരാറ്റുപേട്ടയിലടക്കം ഈ ലവ് ജിഹാദിലുള്ള 400ഓളം പെൺകുട്ടികളെയാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന ഈ മതം മാറ്റിയത്, ഈ പറയുന്ന SDPIയുടെയും അതുപോലെ തന്നെ പല ആളുകളുടെയും നേതൃത്വത്തിൽ മതം മാറ്റിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ തന്നെ ഈ ക്രിസ്ത്യാനി പെൺകുട്ടികളെ 20-23 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിച്ച് പറഞ്ഞയക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് ക്രിസ്ത്യൻ കുടുംബങ്ങളോട് PC ജോർജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും. അതായത് ഈരാറ്റുപേട്ടയിലും അതുപോലെ ക്രിസ്ത്യൻ ഇപ്പോൾ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കൊച്ചി തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഒരു പ്രത്യേക തരത്തിൽ സ്നേഹം അഭിനയിക്കുകയും പ്രണയം നടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ ക്രിസ്ത്യൻ ഹിന്ദു കുട്ടികളെയൊക്കെ പ്രേമിക്കുന്ന രീതിയിലേക്ക് ലവ് ജിഹാദ് നടപ്പിലാകുന്നുണ്ട് എന്ന വാർത്തകളുണ്ട്. അതിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് PC ജോർജ് ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയുന്നത്. ഇത് നിങ്ങൾ തന്നെ പരിശോധിക്കണം. ഇവിടെയുള്ള ഈ പൂഞ്ഞാർ മണ്ഡലത്തിലുള്ള ഈരാറ്റുപേട്ടയും അതുപോലെ തന്നെ കോട്ടയത്തുള്ള പല മണ്ഡലങ്ങളിലെയും കണക്കുകൾ വെച്ചുകൊണ്ട് ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഏതൊക്കെ രീതിയിലാണ് മതം മാറിയത്, പ്രണയിച്ച് മതം മാറ്റ കല്യാണം നടത്തിയത്, അവർ ഇപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം അതേ മതത്തിൽ, അതായത് ക്രിസ്ത്യനെ ഒരു മുസ്ലിം കല്യാണം കഴിക്കുകയാണെങ്കിൽ പറയുന്നത് എന്താ, അവരുടെ പ്രണയിച്ച് കല്യാണം കഴിച്ചു, ശരി, എന്നാൽ അവരുടെ മതത്തിൽ, അവരുടെ മതത്തെ അല്ലല്ലോ പ്രണയിക്കുന്നത്, വ്യക്തിയെയല്ലേ. അപ്പോൾ അവരവരുടെ മതത്തിൽ തന്നെ നിന്നുകൊണ്ടാണോ ഇപ്പോഴും നിൽക്കുന്നുണ്ടോ, ഇനി ആ ആളുകളെയെല്ലാം ഇവർ മതം മാറ്റിയിട്ടുണ്ടോ, ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അങ്ങനെ ആ ചോദ്യം വരുന്ന സമയത്ത് ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇങ്ങനെ മതം മാറ്റൽ നടന്നിട്ടുണ്ടോ, ഈ പറയുന്ന പെൺകുട്ടികളൊക്കെ അതേ മതത്തിൽ തന്നെ നിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ അന്വേഷിക്കൂ എന്നാണ് PC ജോർജ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ രീതിയിലുള്ള ഒരു ക്രിസ്ത്യൻ സമൂഹത്തെ ഒരു ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന രീതിയിലും PC ജോർജിൻ്റെ ചില സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെർക്കോട്ടിക് ജിഹാദിനെയും അദ്ദേഹം എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നെർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും PC ജോർജ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും വിഷയം സംഭവിക്കുമോ എന്നറിയില്ല. നമ്മുടെ കേരളമാണല്ലോ, കാര്യങ്ങൾ പറയുന്ന ആളുകളെ പിടിച്ചകത്തിടുന്ന, അതിനെപ്പറ്റി അന്വേഷിക്കാതെ അതിനെപ്പറ്റി പിന്നെ വ്യക്തതയും വരുത്താതെ ആളുകളെ പിടിച്ചിടുന്നതാണ്. ഇന്ന് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്ന ഒരു വാർത്ത, എനിക്ക് തോന്നുന്നു ഈ സിക്കിമിലെങ്ങാനുള്ള ഒരു വ്യക്തിയാണ്, ഒരു അൻസാരി എന്നങ്ങ് പറയുന്ന ഒരു വ്യക്തിയെ ഇന്ന് കഞ്ചിക്കോട് നിന്ന്, പാലക്കാട് കഞ്ചിക്കോട് ആണ് അയാൾ താമസിക്കുന്നത്, പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയോ, വർഷങ്ങളായി കേരളത്തിൽ വന്നിട്ട് ലഹരി മാത്രം വിറ്റുകൊണ്ട് കോടീശ്വരനായി ഇവിടെ വീട് വെച്ച് കുടുംബത്തോടൊപ്പം താമസിക്കുക. എന്നിട്ട് ഇപ്പോൾ പിന്നെ ഒരു മാരകമായ ലഹരി വസ്തുക്കളായിട്ട് പോലീസ് പിടിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോഴാണ് ഇയാളെ പറ്റി അറിയുന്നത്. പോലീസിന് ഇന്നാണ് അയാളെ പറ്റി വിവരം കിട്ടുന്നത്. അതുകൊണ്ട് പോലീസ് പിടിച്ചു. ഇത്രയും വർഷം പോലീസിന് കിട്ടിയിട്ടില്ലായിരുന്നു വിവരം. ഇന്നലെ മാത്രം കൊച്ചിയിൽ നിന്ന് ഇന്നലെയും ഇന്നുമായിട്ട് 600ഓളം കേസുകളാണ് കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ന് മാത്രം മിന്നൽ റെയ്ഡിൽ പിടിച്ചത് 300ഓളം ആളുകളെയാണ് ഈ പിന്നെ ഈ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ ഏത് വഴിയാണ് വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ അഫ്ഗാൻ വഴി ഇവിടേക്ക് എത്തുന്ന പിന്നെ എന്താണ് തീവ്രവാദ ബന്ധമുള്ള മയക്കുമരുന്ന് മാഫിയെ കുറിച്ച് പോലും നമ്മൾ ആലോചിക്കേണ്ടി വരും. അത് തന്നെയാണ് PC ജോർജ് ഇന്ന് ചൂണ്ടിക്കാണിച്ചത്.